ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് നമുക്ക് ബീറ്റർ ഒന്നും ഉപയോഗിക്കാതെ 3 തരത്തിലുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സ്റ്റീംഡ് പ്ലം കേക്ക്, കുക്കർ പ്ലം കേക്ക്, പിന്നെ അതുപോലെ തന്നെ മിക്സിയുടെ ജാർ വെച്ചിട്ട് തയ്യാറാക്കുന്ന പ്ലം കേക്കുമാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഓറഞ്ച് ജസ്റ്റാണ് വേണ്ടത്, 1 ടീസ്പൂൺ. പിന്നെ 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി വ്യത്യസ്ത തരത്തിലുള്ള എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ്സ്, ആൽമണ്ട്, കാഷ്യൂ നട്ട്സ്, ചെറീസ്, ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓറഞ്ച് ജസ്റ്റ്, അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അത്രയും കാര്യങ്ങൾ ചേർത്ത് അതിലേക്ക് 1/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്, മൊത്തം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ 1/4 കപ്പാണുള്ളത്. ഇതും കൂടെ ഇട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗർ കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ആയിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, പുകഞ്ഞു പോവാതെ ശ്രദ്ധിക്കാൻ വേണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ഷുഗറിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ പൗഡർ തയ്യാറാക്കണം. അതിനായിട്ട് 1/2 കപ്പ് ഷുഗർ, പിന്നെ ഒരു 6 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു 2-3 കഷ്ണം പട്ട, 3 കുരുമുളക്, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഷുഗറിലേക്ക് നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരിട്ട് യൂസ് ചെയ്യണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ ഒന്ന് ചൂടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തണുത്തതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മൊത്തം വേണ്ടത് 1/2 കപ്പ് മൈദയാണ്. അത് നമുക്ക് പാർട്ടായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ചോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ കാരമൽ ചെയ്തത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ആ ഒരു സോക്ക് ചെയ്തിട്ടുള്ള അത്രയും ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പേപ്പർ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈസിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 എണ്ണത്തിലേക്കുള്ള മാവാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഞാനിതുപോലെ ഉപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു പാനിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നോൺ സ്റ്റിക്ക് പാനിലുമാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലം കേക്കാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. തലേ ദിവസം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റീം ചെയ്തിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്റ്റീം ചെയ്തിട്ടുള്ള പ്ലം കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് കേട്ടോ. ടേസ്റ്റിൽ ഒട്ടും തന്നെ പിന്നിലല്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അല്പം ആൽമണ്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 കളറിലുള്ള റൈസിൻസ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്കിവിടെ മാറ്റി വെക്കാം. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അല്പം ഷുഗർ കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് ഷുഗർ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുകഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ കളർ നന്നായിട്ടൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. വെള്ളം ചേർക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഷുഗർ നന്നായിട്ട് കട്ട പിടിച്ചിരിക്കും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഒന്ന് ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് മിക്സ് ആക്കുമ്പോഴത്തേനും അത് നന്നായിട്ട് അലിഞ്ഞ് പതഞ്ഞ് വരും. അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു റൈസിൻസും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. എത്രത്തോളം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റ്സ്, അതുപോലെ തന്നെ ചെറീസിന് പകരം ഞാൻ അല്പം സ്ട്രോബെറി ആണ് എടുത്തിട്ടുള്ളത്. ചെറീസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ള ചെറീസ് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ സ്ട്രോബെറി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിടാം. ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫ്ലോർ മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ 1 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 2-3 ബ്രെഡ് സ്ലൈസ് ഉണ്ടായിരുന്നാൽ തന്നെ നമുക്കത് 1 കപ്പ് ബ്രെഡ് ക്രംസ് കിട്ടുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് സ്പൈസസ് അടങ്ങിയിട്ടുള്ള ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഷുഗർ, പിന്നെ അതുപോലെ തന്നെ 2 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു 3 ഏലക്കായ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇത് നമുക്ക് ഈ ഒരു ഫ്ലോർ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 25 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ള നട്ട്സ് മൈദയിൽ നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പർ വിരിച്ച് അതിൻ്റെ പകുതിയോളം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റീം ചെയ്യാനുള്ള വെള്ളം ഒരു പാനിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഈ ഒരു പാൻ ഇറക്കി വെക്കാം. അപ്പോൾ അതൊന്ന് 25 മുതൽ ഒരു 30 മിനിറ്റ് വരെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പ്ലം കേക്കാണ്. നമ്മൾ ശരിക്കും ഇത് കഴിക്കുമ്പോൾ സ്റ്റീം ചെയ്തതാണെന്ന് തോന്നുകയില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട ഓട്ടലൊന്നുമില്ല, നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് തണുത്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നല്ലതായിട്ട് സൂപ്പറായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലം കേക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം നട്ട്സ് വേണോ അത്രയും ചേർക്കാം, ടേസ്റ്റ് കൂടുകയുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റീംഡ് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുക്കർ പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 സ്ട്രോബെറി കട്ട് ചെയ്തിട്ടുള്ളതാണ്. ചോപ്പ്ഡ് ഡേറ്റ്സ് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്ട്രോബെറിക്ക് പകരം ചെറീസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ചെറീസ് ഇല്ലാത്ത കാരണമാണ് ഞാനിവിടെ സ്ട്രോബെറി എടുത്തിട്ടുള്ളത്. ഇനി അല്പം നട്ട്സിലേക്ക് അല്പം മൈദ ഇതുപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 ഗ്രാമ്പു, 2 ഏലക്കായ, ചെറിയ 2 കഷ്ണം പട്ട, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പതഞ്ഞ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. പുകഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ ഞാൻ 2 റെസിപ്പിയും പറഞ്ഞതാണ്. ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ നല്ലതായിട്ട് തന്നെ ശ്രദ്ധിക്കണം. പുകഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്തിടുക. അതുപോലെ തന്നെ ഒന്ന് വിട്ട് പിടിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ഡാർക്ക് കളറിലായിട്ടുള്ള നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലോർ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു 1/2 കപ്പ് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷുഗറിലുണ്ടായിരുന്ന ആ ഒരു സ്പൈസസിൻ്റെ പൗഡറാണത്. അത് നമുക്കൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾ ഓയിൽ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് ജസ്റ്റ് എടുക്കാം. അതായത് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ്. 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ടൊന്നും പെടാണ്ട് വേണം നമ്മൾ ഓറഞ്ചിൻ്റെ ജസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലോർ മിക്സ് അല്പാൽപ്പമായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലോക്ക് വൈസിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഫ്ലോറും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പാൽപ്പമായിട്ട് ഇതെല്ലാം ചേർത്ത് മിക്സ് ആക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സോക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു വാട്ടർ വേണ്ട, ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം നമുക്ക് കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ മൈദയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സിലേക്ക് അല്പം റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാരമൽ
സിറപ്പ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു റൈസിൻസ് ആൻഡ് നട്ട്സ് നല്ലതായിട്ട് മൈദയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കുമ്പോഴത്തേനും കറക്റ്റ് പരുവത്തിലുള്ള ഒരു കേക്ക് ബാറ്ററാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്പീഡിൽ മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള കുക്കറിലേക്ക് ഇത് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കേക്ക് ടിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് പേപ്പർ ടിന്നാണ്. അപ്പോൾ അതിനകത്തേക്കാണ് ഞാൻ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 കേക്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മോൾഡ് ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് പുറത്തേക്ക് കൊടുക്കാനൊക്കെ ഈസിയാണ്. ഇതിന് ഒരു അടപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അത് കാരണമാണ് ഇതിലേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബബിൾസ് എല്ലാം കളഞ്ഞ് നമുക്കിതുപോലെ കുക്കറിലേക്ക് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. സോൾട്ട് ഇട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളതാണ്. 25 മുതൽ ഒരു 30 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല കറക്റ്റ് പരുവത്തിലുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാനും കൊടുക്കാനൊക്കെ ഈസിയാണ്. ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നാലും അതുപോലെ തന്നെ സെയിൽ ചെയ്യാനായിരുന്നാലും ഒക്കെ ഇതുപോലുള്ള ടിന്നാണെന്നുണ്ടെങ്കിൽ നല്ല ഈസിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള 3 പ്ലം കേക്കിൻ്റെ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. Thank you.